ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48 അധ്യായം അതിൻ്റെ 10 വാക്യം. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഒരു കുശവൻ്റെ കയ്യിലിരിക്കുന്ന മൺപാത്രം അതെങ്ങനെയാണ് ആ വ്യക്തി അത് മെനഞ്ഞുണ്ടാക്കിയത് എന്ന് നമുക്കറിയാം. കളിമണ്ണെടുത്ത് അത് ഇടിച്ച് ഉടച്ച് നല്ലവണ്ണം അവൻ്റേതായ രീതിയിൽ അവനത് പാകപ്പെടുത്തി എടുത്തതിന് ശേഷമാണ് അവനതിനെ ഒരു മൺപാത്രമാക്കി നിർമ്മിച്ച് എടുത്തത്. ഇതിനെ ഇടിക്കുമ്പോഴും ഉടയ്ക്കുമ്പോഴും ഒക്കെ അതിന് പലപ്പോഴും പലതരത്തിലുള്ള കേടുപാടുകളൊക്കെയും വന്നിട്ടുണ്ട് എങ്കിലും അതെല്ലാം ആ കുശവൻ അത് തീർത്തു കൊടുക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നല്ല ഒരു ഉപകരണമായി മാറണമെങ്കിൽ അത് ചിലപ്പോഴൊക്കെ ചില സഹനങ്ങളിലൂടെ, ചില വേദനകളിലൂടെ, ചില രോഗങ്ങളിലൂടെ, ചില പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം വരുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്. ഇതെല്ലാം ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. നമ്മൾ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി കടന്നു പോകുന്നത്. അപ്പോൾ ആയതുകൊണ്ട് കഷ്ടത വരുമ്പോൾ തകർന്നു പോകാതെ, തളർന്നു പോകാതെ അത് എന്നെ രൂപപ്പെടുത്തിയെടുക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.